ഇഫ്താറിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താ? ജ്യൂസാണ്. പക്ഷെ തണുത്ത ജ്യൂസ് അല്ലെങ്കിൽ തണുത്ത വെള്ളം. എസ്പെഷ്യലി ഇപ്പൊ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് നമ്മൾ ഇഫ്താറിന്റെ സമയത്ത് തണുത്ത വെള്ളമാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ്. പക്ഷെ ആ സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഏറെ ദോഷങ്ങൾ ചെയ്യും എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളം നമ്മളുടെ ദഹന പ്രക്രിയയെ ആകെ താളം തെറ്റിക്കുന്നുണ്ട്. കുടലുകളുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിനെ അത് ബാധിക്കുകയും ശരിയായ രീതിയിൽ ദഹനം നടക്കാതെ വരികയും ചെയ്യുന്നു. അതുപോലെ നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളത്തിന്റെ ആ കുറഞ്ഞ താപനില ശരീരത്തിന്റെ കൂടിയ താപനിലയുമായി പൊരുത്തപ്പെടാൻ ശരീരം കൂടുതലായി ചൂടാവേണ്ടി വരുന്നു. ഇത് ദഹനത്തിന് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതുപോലെ തണുത്ത വെള്ളം നമ്മളുടെ രക്തക്കുഴലുകളെ ചുരുക്കാനായിട്ട് കാരണമാകാറുണ്ട്. ഇതും ദഹനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ചില ആളുകളിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഐസ് വാട്ടർ കുടിക്കുന്നത് ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാവാൻ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കഠിനമായ തലവേദനയും ഉണ്ടാക്കാറുണ്ട്. സോ ഇഫ്താറിന്റെ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.